നമസ്കാരം. അമേരിക്കൻ ഭരണകൂടം കേൾക്കുമ്പോൾ പോലും ബഹുമാനത്തോടെ ലോകം നോക്കിക്കണ്ടിരുന്ന അതേ പേരുകൾ ഇന്ന് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പര്യായങ്ങളായി മാറിയതിൽ വലിയ പങ്ക് ട്രംപിന് തന്നെയാണ്. പറയുന്ന വാക്കുകൾക്ക് പോലും ട്രംപിന് ഉറപ്പും വിലയുമില്ല എന്നതാണ് ഇന്ന് ലോക പോലീസിന്റെ അവസ്ഥ. ഇപ്പോൾ ഇറാനെതിരായ സൈനിക നടപടി ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് വ്യക്തമാക്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു കഴിഞ്ഞു. സാധ്യമായ ആണവ കരാറിനെ കുറിച്ച് തെഹ്റാനുമായി കൂടുതൽ ചർച്ചകൾ നടത്താൻ പദ്ധതി ഇട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു. എന്റെ ആദ്യ ടൈമിൽ ഞാൻ സൈന്യത്തെ സജ്ജമാക്കി. ഇപ്പോൾ ഇറാൻ എന്ന സ്ഥലത്തേക്ക് ഞങ്ങളുടെ ഒരു സംഘം പുറപ്പെട്ടിട്ടുണ്ട്. അത് ഉപയോഗിക്കേണ്ടി വരില്ല എന്ന് പ്രതീക്ഷിക്കാം എന്നാണ് ഭാര്യ മെലാനിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയുടെ പ്രീമിയർ നടക്കവേ ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതേസമയം കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് വിൽക്കുന്ന എല്ലാ വിമാനങ്ങൾക്കും 50% തീരുവ ചുമത്തുമെന്ന് ട്രംപിന്റെ ഭീഷണിയും പുറത്തു വന്നു കഴിഞ്ഞു. US വിമാന നിർമ്മാതാക്കളായ ഗൾഫ് സ്ട്രീം എയറോസ്പേസ് നിർമ്മിച്ച ബിസിനസ് ജെറ്റുകൾക്ക് കാനഡ ഉടൻ സർട്ടിഫിക്കറ്റ് നൽകിയില്ല എങ്കിൽ ഈ നീക്കം പ്രാബല്യത്തിൽ വരുമെന്ന് ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിലാണ് ട്രംപ് കുറിച്ചത്. കാനഡ നിരവധി ഗൾഫ് സ്ട്രീം മോഡലുകൾക്ക് സർട്ടിഫിക്കേഷൻ തെറ്റായും നിയമവിരുദ്ധമായും നിരസിച്ചതായും ട്രംപ് ആരോപിക്കുന്നുണ്ട്. കനേഡിയൻ വിമാന നിർമ്മാതാക്കളായ ബോംബാർഡിനെയും ലക്ഷ്യം വെച്ചുള്ള നീക്കമാണിതെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് വിമാന സർട്ടിഫിക്കേഷനെ ചൊല്ലിയുള്ള വ്യാപാര തർക്കം രൂക്ഷമാക്കിയിരിക്കുകയാണ്. ഇറാനെതിരായ സൈനിക നടപടി ഒഴിവാക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന പുറമേ കേൾക്കുമ്പോൾ സമാധാനപരവും ഉത്തരവാദിത്തപരവുമായി തോന്നാം. എന്നാൽ അതേ ശ്വാസത്തിൽ തന്നെ കാനഡയ്ക്കെതിരെ 50% തീരുവ ചുമത്തുമെന്ന ഭീഷണി മുഴക്കുന്നത് ട്രംപിന്റെ രാഷ്ട്രീയ നിലപാടിലെ അപകടകരമായ വൈരുദ്ധ്യം തുറന്നുകാട്ടുകയാണ്. വാക്കുകളിൽ സമാധാനം, പ്രവർത്തനങ്ങളിൽ സമ്മർദ്ദവും ഭീഷണിയും, ഇതാണ് ട്രംപിന്റെ രാഷ്ട്രീയം. ഇറാനുമായി ആണവ കരാറിനെ കുറിച്ച് വീണ്ടും ചർച്ച നടത്താൻ താൻ തയ്യാറാണെന്ന ട്രംപിന്റെ പ്രതികരണം യഥാർത്ഥത്തിൽ ആത്മാർത്ഥമാണോ എന്ന സംശയം ഉന്നയിക്കാതെ കഴിയില്ല. കാരണം ഇതേ ട്രംപ് തന്നെയാണ് മുൻപ് അന്താരാഷ്ട്ര സമൂഹം ചേർന്നുണ്ടാക്കിയ ഇറാൻ ആണവ കരാർ ഏകപക്ഷീയമായി പിൻവലിച്ച് പശ്ചിമേഷ്യയെ വീണ്ടും സംഘർഷത്തിന്റെ വക്കിലേക്ക് തള്ളിവിട്ടത്. ആ തീരുമാനത്തിന്റെ ഫലമായി ഇറാനും അമേരിക്കയും തമ്മിലുള്ള അവിശ്വാസം കൂടുതൽ ബലപ്പെട്ടു. ഇപ്പോൾ വീണ്ടും സംവാദം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ട്രംപിന്റെ മുൻകാല പരാജയങ്ങൾ മറച്ചുവെക്കാനുള്ള രാഷ്ട്രീയ തന്ത്രം മാത്രമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. സൈനിക നടപടി ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുമ്പോഴും സാമ്പത്തിക ഉപരോധങ്ങളും ഭീഷണികളും വഴി ഒരു രാജ്യത്തെ മുട്ടുകുത്തിക്കാൻ ശ്രമിക്കുന്ന സമീപനം സമാധാനത്തിന്റെ ഭാഗമാകുമോ? ഇറാനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ നയങ്ങൾ സാധാരണ ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലേക്കാണ് തള്ളിവിട്ടത്. മരുന്നുകളടക്കം അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും തടസ്സങ്ങൾ സൃഷ്ടിച്ച ഉപരോധങ്ങൾ മനുഷ്യാവകാശത്തിന്റെ പേരിൽ തന്നെ വിമർശിക്കപ്പെടേണ്ടതാണ്. സൈനിക ആക്രമണം ഇല്ലെങ്കിലും സാമ്പത്തിക യുദ്ധം നടത്തുന്ന ഈ സമീപനം നൈതികമായി എങ്ങനെ ന്യായീകരിക്കും? അതേസമയം കാനഡയ്ക്കെതിരായ ട്രംപിന്റെ പുതിയ ഭീഷണി അദ്ദേഹത്തിന്റെ അമേരിക്ക ഫസ്റ്റ് നയം എത്രത്തോളം അന്താരാഷ്ട്ര ബന്ധങ്ങളെ വിഷമയമാക്കുന്നു എന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ്. ഗൾഫ് സ്ട്രീം എയറോസ്പേസ് നിർമ്മിച്ച ബിസിനസ് ജെറ്റുകൾക്ക് കാനഡ ഉടൻ സർട്ടിഫിക്കറ്റ് നൽകിയില്ല എങ്കിൽ 50% തീരുവ ചുമത്തുമെന്ന പ്രഖ്യാപനം സുഹൃത്ത് രാജ്യങ്ങളോടുള്ള ഒരു പ്രസിഡന്റിന്റെ ഭാഷയല്ല. വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കാൻ നയതന്ത്ര ചർച്ചകളും നിയമപരമായ മാർഗങ്ങളും ഉള്ളപ്പോഴാണ് ട്രംപ് വീണ്ടും ഭീഷണിയുടെ ഭാഷ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ട്രൂത്ത് സോഷ്യലിൽ നടത്തിയ ഈ പ്രഖ്യാപനം അന്താരാഷ്ട്ര നയതന്ത്രം ട്വീറ്റുകളിലൂടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും നടത്താമെന്ന ട്രംപിന്റെ അപകടകരമായ വിശ്വാസം വീണ്ടും തെളിയുകയാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഓരോ വാക്കും ആഗോള വിപണികളെയും രാജ്യാന്തര ബന്ധങ്ങളെയും ബാധിക്കുമെന്ന ബോധം ട്രംപിന് ഇല്ലാത്തതുപോലെയാണ് അദ്ദേഹത്തിന്റെ പല പെരുമാറ്റവും. കാനഡ എന്നത് അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളിൽ ഒന്നാണ്. നാറ്റോയിലെ അംഗവും വടക്കേ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകവുമായ രാജ്യത്തോടാണ് ട്രംപ് ഈ രീതിയിൽ പെരുമാറുന്നത്. ഇന്ന് കാനഡ, നാളെ മറ്റേതെങ്കിലും സഖ്യരാജ്യം. ഇങ്ങനെ ഭീഷണിയുടെ രാഷ്ട്രീയം തുടർന്നാൽ അമേരിക്ക ഒറ്റപ്പെടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടും. ഇതിനകം തന്നെ ട്രംപിന്റെ ഭരണകാലത്ത് അമേരിക്കയുടെ അന്താരാഷ്ട്ര വിശ്വാസ്യതയ്ക്ക് വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. ഇറാനോടും കാനഡയോടും ട്രംപ് സ്വീകരിക്കുന്ന സമീപനങ്ങൾ ഒരേ കാര്യം വ്യക്തമാക്കും: സംവാദം അദ്ദേഹത്തിന് ഒരു നയമല്ല, ഒരു ഉപാധി മാത്രമാണ്. യഥാർത്ഥ ലക്ഷ്യം എപ്പോഴും സമ്മർദ്ദം ചെലുത്തുക, ശക്തി പ്രദർശിപ്പിക്കുക, ആഭ്യന്തര രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യുക എന്നതാണ്. അമേരിക്കൻ ജനതയുടെ മുന്നിൽ കരുത്തനായ നേതാവ് എന്ന ഇമേജ് നിലനിർത്താൻ വേണ്ടി ലോക സമാധാനവും അന്താരാഷ്ട്ര സഹകരണവും ബലിയാടാക്കപ്പെടുകയാണ്. അതിനാൽ ഇറാനെതിരെ സൈനിക നടപടി ഒഴിവാക്കുമെന്ന ഒരു വാചകം മാത്രം ഉദ്ധരിച്ച് ട്രംപിനെ സമാധാന ദൂതനായി ചിത്രീകരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ സമഗ്ര നയങ്ങളും പ്രവർത്തനങ്ങളും പരിശോധിക്കുമ്പോൾ അത് ഭീഷണിയുടെയും അസ്ഥിരതയുടെയും രാഷ്ട്രീയമാണ് എന്ന് വ്യക്തമാണ്. ലോകം ഇന്ന് ചോദിക്കേണ്ടത് ഇത്തരമൊരു നേതൃത്വത്തിൽ നിന്ന് അന്താരാഷ്ട്ര സമൂഹം എത്ര കാലം കൂടി ഈ അനിശ്ചിതത്വം സഹിക്കണം എന്നുള്ളതാണ്.